കൊല്ലങ്കോട് പെരുംതൃക്കോവിൽ ശിവക്ഷേത്രം ശ്രീകോവിൽ ജീർണോദ്ധാരണത്തിന് തുടക്കമായി. അതിപുരാതനവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമാണ് പെരുംതൃക്കോവിൽ ശിവക്ഷേത്രം. കോഴിക്കോട് സാമൂതിരി രാജാവ് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ശിവക്ഷേത്രം. ജീർണത സംഭവിച്ചതിനാൽ പ്രശ്നവശാൽ കണ്ടിരുന്നു. തുടർന്നാണ് ജീർണോദ്ധാരണത്തിന് തുടക്കമിടാൻ കാരണമായത്. ഇതിനായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. താമ്പൂല പ്രശ്നം വെച്ചതിന് ശേഷമായിരുന്നു തുടർ നടപടികൾ ആരംഭിച്ചത്. ശ്രീകോവിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് മുന്നോടിയായി നോട്ടീസ് പ്രകാശനം നടത്തി. ക്ഷേത്രം തന്ത്രി ആണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ 30 തിങ്കളാഴ്ച മലയാളം ആദ്യത്തെ തിങ്കളാഴ്ച സ്വതേ ശിവനെ ഭജിക്കുക നല്ലതാണ്. ദാമ്പത്യത്തിനും കുടുംബ ഐശ്വര്യത്തിനൊക്കെ. അപ്പോൾ ഒരു വ്രതം പോലെയൊക്കെ അന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മലയാള മാസം ആദ്യത്തെ തിങ്കളാഴ്ച 30 തിങ്കളാഴ്ച ശിവനെ ഭക്തിയിലേക്ക് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും അതേപോലെ അങ്ങനെ എന്തെങ്കിലും ദിവസങ്ങളിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടാക്കണം. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ഹരിമേനോൻ, കൺവീനർ സുന്ദരൻ എന്നിവർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഈ ക്ഷേത്രം പടിഞ്ഞാറോട്ട് പ്രതിഷ്ഠയിൽ ഭഗവാൻ ഇരിക്കുന്ന ഒരു ഉഗ്രമൂർത്തിയായിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഇതാണ് ഇത്. ഈ പടിഞ്ഞാറോട്ട് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലെന്നല്ല ഭാരതത്തിലൊട്ടാകെ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി. ആയതുകൊണ്ട് ഇവിടെ അഭിഷ്ടകാര്യ സിദ്ധിക്കായി വന്ന് ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് ലഭിക്കും എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു അമ്പലം നന്നാക്കുക അല്ലെങ്കിൽ അമ്പലം പുനരുദ്ധാരണം ചെയ്യുക പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായ ഒരു കാര്യമാണ്. അത് മുജ്ജന്മ കർമ്മം ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു അവസരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇതൊരു അവസരമാക്കി നോക്കി നമ്മുടെ ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിന് എല്ലാവരും പങ്കെടുക്കണം. നാളെ വരാൻ പോണ തലമുറയ്ക്ക് നമ്മുടെ അമ്പലങ്ങളെല്ലാം കാണണം. അല്ലെങ്കിൽ വെറും ഫോട്ടോയിൽ മാത്രം കാണേണ്ട പണിയാവും. അതുകൊണ്ട് നമ്മൾ അമ്പലങ്ങൾക്ക് നല്ലത് ചെയ്യുക, എല്ലാവരും കൂട്ടായ്മയോടെ പ്രവർത്തിച്ചിട്ട് ഇത് ഗംഭീരമാക്കാമെന്നുള്ള അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. സെക്രട്ടറി KG കൃഷ്ണകുമാർ, രക്ഷാധികാരി പുഷ്പൻ, ട്രഷറർ രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് C ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി രാമസ്വാമി എന്നിവർ നേതൃത്വം നൽകി.